ഞാനൊരു ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനു വേണ്ട ചേരുവകളാണ് ഇതെല്ലാം. ആദ്യം നുറുക്ക് ഗോതമ്പ് ഒരു 1/4 കിലോയിൽ കമ്മിയാണ് കുറച്ച്. പിന്നെ ശർക്കര ഒരു 1/2 കിലോനുണ്ട്. 2 നാളികേരം ചിരവി അതൊന്ന് മിക്സിയിൽ ചതച്ചെടുത്തു. പാൽ പിഴിയാൻ എളുപ്പമാണെന്ന് വിചാരിച്ച്. പിന്നെ ജീരകം, ചുക്കുപൊടി, നാളികേരം ചെറുതായി അരിഞ്ഞത്, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, നെയ്യ്. ഇതാണ് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്ക് ഈ ഗോതമ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കാം. ഒരു 4-5 പ്രാവശ്യം കഴുകാം. ഇനി നമ്മൾക്ക് കുക്കറിലേക്ക് നുറുക്ക് ഗോതമ്പ് ഇടാം. അതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അടി പിടിക്കാതിരിക്കാൻ. നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ടുണ്ട് കുക്കറിലേക്ക്. ഇനി അതിലേക്ക് വെള്ളം ഒഴിക്കാം. 1 ലിറ്റർ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. 1 ലിറ്ററിൽ കുറച്ച് കമ്മിയാണ് ഒഴിക്കുന്നത്. ഇനി ഇത് വേവിച്ചെടുക്കാം. നമ്മൾ ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യമായി കുറച്ച് നെയ്യ് ഒഴിക്കുക. സൂചി ഗോതമ്പും 5 വിസിൽ കൊടുത്ത് വേവിച്ചതാണിത്. അപ്പോൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം കുറേശ്ശായി വല്ലാതെ വെന്ത് പോയി തോന്നുന്നു. ഇത് നല്ലപോലെ ഇളക്കുക. വെള്ളാംശങ്ങൾ ഒഴിഞ്ഞതിന് ശേഷം ഇത് അരിച്ച ശർക്കര പാവാണ്. ഇതിലേക്ക് ഒഴിക്കാം. ഇനി നല്ലപോലെ ഇതിലേക്ക് യോജിപ്പിക്കണം. നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഈ ശർക്കര മുഴുവൻ സൂചി ഗോതമ്പ് വേവിച്ചതിലേക്ക് നല്ലപോലെ പിടിച്ചിരിക്കണം. എന്നാലേ അത് കഴിക്കുമ്പോൾ രസം ഉണ്ടാവും. ഇത് നല്ലപോലെ ഇളക്കി യോജിച്ചതിന് ശേഷം ആണ് ഇതിലേക്ക് 3-ാം പാൽ ഒഴിക്കുക. ആ പാലിത് വേവണം. ഓണം സ്പെഷ്യലാണ്. ഇന്ന് ഉത്രാടാണ്, നാളെ തിരുവോണമാണ്. ഇതിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലപോലെ യോജിച്ചതിന് ശേഷമേ 3-ാം പാൽ ചേർക്കാൻ പാടുള്ളൂ. ഈ ശർക്കര മുഴുവൻ ഇതിൽ പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ ഗോതമ്പും അങ്ങനെ മധുരമില്ലാതെ നമ്മൾ കഴിക്കുമ്പോൾ അതൊരു രുചി ഉണ്ടാവില്ല. നല്ലപോലെ കുറുകി വരണം. 3-ാം പാൽ ഒഴിക്കാം. ഇത് നല്ലപോലെ ഇതിൽ ലയിച്ച് ചേരണം. മൂന്നാം പാൽ ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനിയിത് കുറച്ച് കുറുകി വരണം. അതിന് ശേഷം 2-ാം പാൽ ഒഴിക്കാം. നല്ല കനമുള്ള പാത്രങ്ങളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഉരുളികൾ തന്നെയാണ് ഇതിന് യോജിച്ചത്. ഈ പായസം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഉരുളിക്ക് പകരം വേറെ വല്ല
പാത്രമാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ അടിയിൽ പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഉരുളി തന്നെ ഉപയോഗിക്കുക. 3-ാം പാൽ ചേർത്ത് കുറുകി വരുന്നുണ്ട്. ഇനി 2-ാം പാൽ ഒഴിക്കാം. രണ്ടാം പാൽ ഒഴിക്കുകയാണ്. ഇനി ഇത് കൂട്ടി യോജിപ്പിക്കണം. ഇതും ഇതിൽ നല്ലപോലെ ചേർന്നതിന് ശേഷം നമുക്ക് 1-ാം പാൽ ചേർക്കാം. ഇതിലേക്ക് ലേശം കുറച്ച് നെയ്യ് ഒഴിക്കാം. നല്ലപോലെ കുറുകി വരുന്നുണ്ട്. അത്യാവശ്യം നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 1-ാം പാൽ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1-ാം പാൽ ഒഴിക്കാം. ജീരകവും ചുക്കുപൊടിയും ഇതിൽ തന്നെ ചേർത്തിട്ടുണ്ട്. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞു. നല്ലപോലെ ഒന്ന് ഇളക്കി തീ ഓഫ് ചെയ്യാം. പായസം നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടണം. ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. നമ്മൾ പായസത്തിലേക്ക് വറുത്തിടാൻ പോവുകയാണ്. നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് നാളികേരം കുത്തിടാൻ പോവുകയാണ്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ഇട്ടിട്ടുണ്ട്. ഉണക്കമുന്തിരി ചേർക്കുകയാണ്. ഇനി ഇത് ഇതിലേക്ക് ഒഴിക്കാം. ഗോതമ്പ് പായസം റെഡി.